പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചു. നമുക്ക് നന്ദി പറയാം. വലതുകരമുയർത്തി പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കീബോർഡിൻ്റെ കട്ടകൾ കണ്ടിട്ടില്ലേ? കറുത്തും വെളുത്തും ഇരിക്കുന്ന കട്ടകൾ. ഇതുപോലെയാണ് നമ്മുടെ ദിവസങ്ങളും. വെളുത്ത ഘട്ടങ്ങൾ സന്തോഷവും, കറുത്ത ഘട്ടങ്ങൾ ദുഃഖവും. ഇത് രണ്ടും ഒരുമിച്ചിങ്ങനെ വായിക്കുമ്പോഴാണ് നല്ല മനോഹരമായി സംഗീതം വരിക. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും സന്തോഷവും ദുഃഖവും ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോഴാണ് ജീവിതം കുറേ കൂടി അനുഗ്രഹപ്രദമാകുക. അപ്പോൾ ഇന്നത്തെ സങ്കടങ്ങൾക്കൊക്കെ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് ആരെങ്കിലും നിങ്ങളെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഈ ഉറങ്ങുന്നതിന് മുമ്പ് ഈശോയിലേക്ക് കൊടുക്കുക. മനസ്സൊന്ന് സ്വസ്ഥമാക്കുക. പലപ്പോഴും അറിവില്ലായ്മ കൊണ്ടാണ് അവർ നിങ്ങളെ വേദനിപ്പിച്ച് പോയിട്ടുള്ളത്. വിട്ടുകളാന്നേ, മനുഷ്യരല്ലേ. സ്വസ്ഥമായി ഒരു വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും ഒരു അസ്വസ്ഥതയും ഇല്ലാതെ കിടന്നുറങ്ങാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ. ഈശോ എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഹൃദയത്തിലൊരു ദാഹം ഉണ്ടാവണം. ദാഹം ഇന്നത്തെ കാലഘട്ടത്തിൽ കണ്ടിട്ടില്ല. ഒത്തിരി മനുഷ്യരാണ് ശൂന്യതകൾ അനുഭവിക്കുന്നത്. ഈ ശൂന്യത നികത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തെറ്റായ ബന്ധങ്ങൾ, മദ്യപാനം, ജഡികമായ ആസക്തികൾ, അനാവശ്യമായ ബന്ധനങ്ങളും ഉണ്ടാക്കിയെടുക്കൽ. എന്നിട്ട് ശൂന്യത മാറത്തില്ല. ഈ ധൂർത്തപുത്രൻ്റേതുപോലെ അവസാനം പന്നിക്കൂട്ടിൽ എല്ലാ ബന്ധനങ്ങളും അവസാനിക്കും. ഈ ശൂന്യത നികത്തപ്പെടേണ്ടത് എവിടെയാ? കർത്താവില്ല. ഈ കർത്താവിനോട് കൂട്ടുകൂടിക്കോ, ഒരു കുഴപ്പമുണ്ടാവില്ല. സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, അഭിവൃദ്ധി ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. കൃപകൾക്ക് മേൽ കൃപ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കർത്താവിന് വേണ്ടിയിട്ടുള്ളൊരു ദാഹം വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. വചനം പറയുമല്ലോ, സങ്കീർത്തനം 1:2, നീർച്ചാൽ തേടുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ, മറ്റൊന്നിനു വേണ്ടിയും ദാഹിക്കണ്ട. ദാഹിക്കേണ്ടത് സ്വർഗത്തിൻ്റെ രാജാവായ ഈശോയ്ക്ക് വേണ്ടി. അപ്പോൾ അവിടുന്ന് നമ്മെ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ അനുഗ്രഹത്തിലൂടെ നയിക്കും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ ശാന്തമായി ഉറങ്ങാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.